ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു LNPSC അക്കാഡമി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് കുറച്ച് സയൻസ് ടേംസ് ആണ്, അതിൻ്റെ എക്സ്പ്ലനേഷൻസും. FSO എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ ഡിഗ്രി ലെവൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കും ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. First one, sucrose. Sucrose is a common sugar. It is a disaccharide molecules. അപ്പം സുക്രോസ് എന്ന് പറഞ്ഞാൽ ഒരു ഡൈസാക്രൈഡ് മോളിക്യൂൾ ആണ്, അതുപോലെ തന്നെ ഒരു കോമൺ ഷുഗറുമാണ്. അപ്പം ഈ ഡൈസാക്രൈഡ് മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ രണ്ട് മോണോസാക്രൈഡ് കമ്പൈൻ ചെയ്ത് ഫോം ചെയ്യുന്നതാണ് ഡൈസാക്രൈഡ് മോളിക്യൂൾസ്. അപ്പം സുക്രോസിനകത്ത് ഗ്ലൂക്കോസും ഫ്രക്ടോസും ആണ് രണ്ട് മോണോസാക്രൈഡ്സ്. അപ്പം ഗ്ലൂക്കോസും ഫ്രക്ടോസും കമ്പൈൻ ചെയ്താണ് ഈ സുക്രോസ് ഫോം ചെയ്തേക്കുന്നത്. ഈ സുക്രോസ് എന്ന് പറഞ്ഞാൽ നാച്ചുറലി ഒക്കറിങ് ആയിട്ടുള്ള പ്ലാന്റ് ഷുഗർ ആണ്. നെക്സ്റ്റ് വൺ, അമിനോ ആസിഡ്സ്. അമിനോ ആസിഡ്സ് ആർ ദി സ്മോൾ ഓർഗാനിക് യൂണിറ്റ്സ് ഓഫ് വിച്ച് പ്രോട്ടീൻ മോളിക്യൂൾസ് ആർ മെയ്ഡ്. ഈ അമിനോ ആസിഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഓർഗാനിക് കോമ്പൗണ്ട് ആണ്. ഈ ഓർഗാനിക് കോമ്പൗണ്ടിനകത്ത് ഒരു അമീൻ ഗ്രൂപ്പ്, ഒരു NH2 ഗ്രൂപ്പും അതുപോലെ തന്നെ ഒരു കാർബോക്സിലിക് ഗ്രൂപ്പ്, അതായത് COOH ഗ്രൂപ്പും, പിന്നെ അതുകൂടാതെ ഒരു R സ്പെസിഫിക് ഗ്രൂപ്പ്, ഒരു R ഗ്രൂപ്പും ഉണ്ടായിരിക്കും. അത് ആ ഗ്രൂപ്പാണ് അമിനോ ആസിഡിനെ സ്പെസിഫൈ ചെയ്യുന്നത്. ഈ അമൈൻ ഗ്രൂപ്പും കാർബോക്സിലിക് ഗ്രൂപ്പും R ഗ്രൂപ്പ് കൂടാതെ തന്നെ കീ എലമെൻറ്റ്സ് ആയിട്ട് കുറച്ച് മോളിക്യൂൾസും കൂടെ കാണും. അതായത് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ. ഈ എലമെൻറ്റ്സ് ആണ് അമിനോ ആസിഡിനെ കുറച്ചുകൂടെ സ്പെസിഫൈ ചെയ്യുന്നത്. സെർട്ടൈൻ അമിനോ ആസിഡ്സിന് മാത്രമേ ഈ കീ എലമെൻറ്റ്സ് കാണാറുള്ളൂ. നെക്സ്റ്റ് വൺ, BHA ആൻഡ് BHT, ബ്യൂട്ടിലേറ്റഡ് ഹൈഡ്രാനിസോൾ ആൻഡ് ബ്യൂട്ടിലേറ്റഡ് ഹൈഡ്രോക്സി ടൊളുവീൻ. ദീസ് കെമിക്കൽസ് ആർ ആൻറ്റി ഓക്സിഡൻസ്. ഇപ്പം ഇൻഡസ്ട്രികളിൽ പ്രിസർവേറ്റീവ്സ് ആയിട്ടാണ് ഈ മോളിക്യൂൾസ് യൂസ് ചെയ്യാറുള്ളത്, ഈ കെമിക്കൽസ് യൂസ് ചെയ്യാറുള്ളത്. ഇതൊരു മെയിനായിട്ട് ഇത് ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഒരു ഓയിൽ കണ്ടൻ്റ് ആയിട്ടുള്ള ഫുഡാണെങ്കിൽ പെട്ടെന്ന് റാൻസിഡ് ആകാനുള്ള ചാൻസ് ഉണ്ട്, ഓക്സിഡേഷൻ നടത്തുന്ന റാൻസിഡ് ആകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഈ റാൻസിഡ് ആകുന്ന സമയത്ത് ഫ്ലേവറിന് അതുപോലെ കളറിന് ന്യൂട്രീഷൻസിനൊക്കെ ഡിഫക്റ്റ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇൻഡസ്ട്രികളിലൊക്കെ ഇത് പ്രിസർവേറ്റീവ്സ് ആയിട്ട് യൂസ് ചെയ്യും, ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ട് യൂസ് ചെയ്യും. അതുപോലെ തന്നെ ഇതിനൊരു ആൻറ്റി മൈക്രോബിയൽ പ്രോപ്പർട്ടീസും ഉണ്ട്. ആൻറ്റി മൈക്രോബിയൽ പ്രോപ്പർട്ടീസ് ഉള്ളതുകൊണ്ട് ഇതെപ്പോഴും ഇൻഡസ്ട്രിയിൽ പ്രിസർവേറ്റീവ്സ് ആയിട്ട് യൂസ് ചെയ്യാറുള്ള കോമൺ ആയിട്ടുള്ള ഒരു കെമിക്കൽസ് ആണ് BHT ആൻഡ് BHA. നെക്സ്റ്റ് വൺ, എൻസൈംസ്. എൻസൈംസ് are protein produced by living organisms to catalyze biochemical reactions. അപ്പം എൻസൈംസ് പറഞ്ഞ ഒരു പ്രോട്ടീൻ മോളിക്യൂൾസ് ആണ് സെൽസിനുള്ളിലെ. അതുപോലെ തന്നെ അവരുടെ മെയിൻ വർക്ക് എന്ന് പറഞ്ഞാൽ ബയോളജിക്കൽ കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഈ എൻസൈംസ് ആണ് എല്ലാ ബയോളജിക്കൽ റിയാക്ഷൻസിനെയും അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷൻസിനെയും സ്പീഡപ്പ് ചെയ്യുന്നത്. അപ്പം ബോഡിക്കകത്തുള്ള എല്ലാ ബയോകെമിക്കൽ റിയാക്ഷൻസിനെയും കാറ്റലൈസ് ചെയ്യുന്നത് എൻസൈംസ് ആണ്. നെക്സ്റ്റ് വൺ, ഓസ്റ്റിയോമലേഷ്യ. ഓസ്റ്റിയോമലേഷ്യ ഈസ് എ ഡെഫിഷ്യൻസി ഡിസീസ് ഇൻ അഡൽട്സ് വിച്ച് ഇൻസഫിഷ്യൻറ്റ് കാൽസ്യം ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം ദി ഡയറ്റ് റിസൾട്ടിംഗ് ഇൻ ദി കാൽസിഫിക്കേഷൻ ഓഫ് ബോൺ ഇൻ ദ ബോഡി. ദാറ്റ് ഈസ് കാൽസ്യം ഈസ് ടേക്കൺ ഫ്രം ദി ബോൺസ് ഫോർ അതർ എസെൻഷ്യൽ പർപ്പസസ്. അപ്പം ഓസ്റ്റിയോമലേഷ്യ എന്ന് പറഞ്ഞാൽ ഒരു ഡെഫിഷ്യൻസി ഡിസോർഡറാണ്, കാൽസ്യത്തിൻ്റെ ഡെഫിഷ്യൻസി ഡിസോർഡറാണ്. അപ്പം ഈ ഡിസീസ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ബോൺസ് ഫ്രാക്ചർ ആവും. അതുപോലെ തന്നെ ബോൺസിന് പോർസ് ഫോം ചെയ്യാറുണ്ട്. ചില കേസിൽ സീരിയസ് കേസുകളൊക്കെ വന്നു കഴിയുമ്പോഴത്തേനും പോർസ് ഫോം ചെയ്യും. ഇത് ബോൺസ് ഭയങ്കര സോഫ്റ്റായി മാറുന്ന ഒരു സ്റ്റേജ് വരും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് വോക്കിങ്ങിനോ അങ്ങനെയുള്ള ജോലികൾക്കൊന്നും നമുക്ക് പറ്റാത്തൊരവസ്ഥ വരുന്നതാണ് ഈ ഓസ്റ്റിയോമലേഷ്യ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഓക്സിഡേഷൻ. ഓക്സിഡേഷൻ ഈസ് എ കെമിക്കൽ റിയാക്ഷൻ വിച്ച് ഇൻവോൾവ്സ് ദി അഡീഷൻ ഓഫ് ഓക്സിജൻ ഓർ ദി റിമൂവൽ ഓഫ് ഹൈഡ്രജൻ. അപ്പം ഓക്സിഡേഷൻ എന്ന് പറഞ്ഞ ഒരു കെമിക്കൽ റിയാക്ഷനാണ്. അപ്പം അവിടെ ഓക്സിജനെ
അഡീഷനോ അതുപോലെ തന്നെ ഹൈഡ്രജൻ്റെ റിമൂവലിങ്ങോ ആണ് നടക്കുന്നത്. ഒന്നെങ്കിൽ ആ റിയാക്ഷനകത്ത് ഓക്സിജനെ നേടിയെടുക്കുക, അല്ലെങ്കിൽ ഹൈഡ്രജനെ റിമൂവ് ചെയ്യുക, അല്ലെങ്കിൽ ആറ്റത്തിൻ്റെ അഡീഷനോ അല്ലെങ്കിൽ ആറ്റത്തിൻ്റെ റിമൂവലിംഗ് ആണ് അവിടെ നടക്കുന്നത്. നെക്സ്റ്റ് വൺ ഓസ്മോസിസ്. ദ മൂവ്മെൻറ്റ് ഓഫ് വാട്ടർ ഫ്രം ദി ഡൈല്യൂട്ട് സൊല്യൂഷൻ ടു എ മോർ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ ത്രൂ എ സെമി പെർമിയബിൾ മെംബ്രെയിൻ. അപ്പം ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ ഒരു പാസീവ് പ്രോസസ്സാണ്. പാസീവ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എനർജി യൂട്ടിലൈസ് ചെയ്യാതെ നടക്കുന്ന ഒരു പ്രോസസ്സാണ് പാസീവ് പ്രോസസ്സ്. അപ്പം ഓസ്മോസിസ് ഒരു പാസീവ് പ്രോസസ്സാണ്. അതുപോലെ തന്നെ മോളിക്യൂൾസിൻ്റെ മൂവ്മെൻ്റ് ആണ് ഹയർ കോൺസെൻട്രേഷനിൽ നിന്നും ലോവർ കോൺസെൻട്രേഷനിലേക്ക് മൂവ് ചെയ്യും. മെംബ്രെയിൻ്റെ രണ്ട് സൈഡും ഈക്വൽ ആവുന്നിടം വരെയുള്ള മോളിക്യൂൾസിൻ്റെ മൂവ്മെൻ്റ് ആണ് ഓസ്മോസിസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ലിഗ്നിൻ. ലിഗ്നിൻ ഈസ് എ വുഡി ടൈപ്പ് ഓഫ് കെമിക്കൽ ഫൗണ്ട് ഇൻ ദ സെൽ വാൾസ് ഓഫ് സം പ്ലാന്റ്സ്. അപ്പം ലിഗ്നിൻ എന്ന് പറഞ്ഞാൽ ഒരു കോംപ്ലക്സ് ഓർഗാനിക് പോളിമറാണ്. ഈ ലിഗ്നിൻ എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രക്ചറൽ മെറ്റീരിയൽസ് ആണ്, അല്ലെങ്കിൽ വാസ്കുലാർ പ്ലാന്റ്സിൻ്റെയൊക്കെ വാസ്കുലാർ ടിഷ്യൂസിന് ഒരു സ്ട്രക്ചറൽ സപ്പോർട്ട് കൊടുക്കുന്ന ഒരു മെറ്റീരിയലാണ് ലിഗ്നിൻ എന്ന് പറഞ്ഞത്. അതുപോലെ ചില ആൽഗയിലും കാണാറുണ്ട്. ആൽഗയിലും ഇതുപോലെ സ്ട്രക്ചറൽ സപ്പോർട്ടാണ് ലിഗ്നിൻ കൊടുക്കുന്നത്. Next one, blanching. Blanching, the part of cooking of food for the main purpose of inactivating the autolytic enzymes prior to storage for further processing. അപ്പം ബ്ലാഞ്ചിങ് എന്ന് പറഞ്ഞാൽ ഒരു ഓട്ടോലൈറ്റിക് എൻസൈംസിൻ്റെ ഇനാക്ടിവേഷനാണ്. അപ്പം ആ ഇനാക്ടിവേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഷോർട്ട് ടൈമിൽ ബോയിലിംഗ് വാട്ടറോ അല്ലെങ്കിൽ സ്റ്റീമോ ഫ്രൂട്ട്സിലോ വെജിറ്റബിൾസിലോ ഒക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് അപ്ലൈ ചെയ്യുമ്പോഴത്തേന് എൻസൈംസിന് ഇനാക്ടിവേഷൻ നടക്കും. ആ എൻസൈംസിന് ഇനാക്ടിവേഷൻ നടക്കുമ്പം കുറച്ച് ചേഞ്ചസ് അതിൻ്റെ ഫ്ലേവറിലും കളറിലും ടെക്സ്ചറിലും ഒക്കെ വരാറുണ്ട്. ഇപ്പം ബ്ലാഞ്ചിങ് എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ട് ബ്ലാഞ്ചിങ് എന്ന് പറഞ്ഞാൽ ഒരു സർഫസ് ക്ലീനിങ് ആണ്. ഡേർട്ടും അല്ല ഓർഗാനിസംസിനെയൊക്കെ ക്ലീൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു പ്രിസർവേഷൻ മെത്തേഡാണ് ബ്ലാഞ്ചിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, കാറ്റലിസ്റ്റ്. Catalyst is a substance which changes the rate of chemical reaction, usually speeding it up. അപ്പം കാറ്റലൈസിസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോസസ്സാണ്. കെമിക്കൽ റേറ്റിനെ ഇൻക്രീസ് ചെയ്യുന്ന പ്രോസസ്സാണ് കാറ്റലൈസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കെമിക്കൽ റിയാക്ഷനെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്ന സബ്സ്റ്റൻസ് ആണ് കാറ്റലിസ്റ്റ്. അതായത് കെമിക്കൽ റിയാക്ഷനെ സ്പീഡപ്പ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ റേറ്റിനെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ആഡ് ചെയ്ത് കൊടുക്കുന്ന സബ്സ്റ്റൻസ് ആണ് കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, അസെപ്റ്റിക്. Adjective describe conditions that are sterile, that is contain no microbial contamination. അപ്പം അസെപ്റ്റിക് ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ഇതൊരു പ്രൊസീജിയറാണ്. അല്ലെങ്കിൽ മൈക്രോബിയൽ ആയിട്ടുള്ള പാത്തോജൻസിൻ്റെ കണ്ടാമിനേഷനിൽ നിന്നും പ്രിവെൻറ്റ് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് അസെപ്റ്റിക് ടെക്നിക്ക് എന്ന് പറഞ്ഞത്. അപ്പം ഈ അസെപ്റ്റിക് ടെക്നിക്സിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻഫെക്ഷനെ മിനിമൈസ് ചെയ്യുക, അല്ലെങ്കിൽ ഇൻഫെക്ഷൻ റിസ്കിൽ നിന്നും മിനിമൈസ് ചെയ്യുക എന്നുള്ളതാണ് അസെപ്റ്റിക് കണ്ടീഷൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഓട്ടോലൈസിസ്. ഓട്ടോലൈസിസ് ഈസ് ദി സെൽഫ് ബ്രേക്ക് ഡൗൺ ഓഫ് പ്ലാന്റ് ഓർ ആനിമൽ ടിഷ്യൂ ദാറ്റ് ഒക്കേസ് നാച്ചുറലി. അപ്പം ഓട്ടോലൈസിസ് എന്ന് പറഞ്ഞാൽ വേറൊരു രീതിയിൽ പറഞ്ഞാൽ സെൽഫ് ഡൈജക്ഷൻ തന്നെയാണ്. ഏത് ഓർഗാനിസത്തിൻ്റെയാണോ ആ ഓർഗാനിസത്തിൻ്റെ സ്വന്തമായിട്ടുള്ള എൻസൈംസ് യൂസ് ചെയ്ത് സെല്ലിനെ ഡിസ്ട്രക്റ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് ഓട്ടോലൈസിസ് അല്ലെങ്കിൽ സെൽഫ് ഡൈജക്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഡബിൾ ബോണ്ട്. എ കെമിക്കൽ ലിങ്കേജ് ബിറ്റ്വീൻ ടു ആറ്റംസ്, ഓഫൺ ടു കാർബൺ ആറ്റംസ് വിച്ച് കംപ്രൈസസ് ടു ഡബിൾ ബോണ്ട്സ്. അപ്പം ഡബിൾ ബോണ്ട് എന്ന് പറഞ്ഞാൽ ഒരു കെമിക്കൽ ടൈപ്പ് ഓഫ് ബോണ്ടിങ് ആണ്, അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് കെമിക്കൽ ബോണ്ടിങ് ആണ്. ഇപ്പോൾ 2 ഇലക്ട്രോൺസിനെ പെയർ ചെയ്യുകയോ അല്ലെങ്കിൽ ഷെയർ ചെയ്യുകയോ ചെയ്യുന്ന 2 ആറ്റംസ് തമ്മിൽ ഇലക്ട്രോൺസിനെ പെയർ ചെയ്യുകയോ ഷെയർ ചെയ്യുന്ന റിയാക്ഷൻസ് ആണ്. അപ്പം ഈ റിയാക്ഷൻസിനകത്ത് ഡബിൾ ബോണ്ട്സ് ആയിരിക്കും ഉള്ളത്. അപ്പം ഡബിൾ ബോണ്ട്സ് എന്ന് പറഞ്ഞാൽ ഷോർട്ടറും ആയിരിക്കും സ്ട്രോങ്ങറും ആയിരിക്കും ദാൻ സിംഗിൾ ബോണ്ട്സിനെ അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ ഈ ഡബിൾ ബോണ്ട്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഷോർട്ടറും ആയിരിക്കും, അതുപോലെ തന്നെ സ്ട്രോങ്ങറും ആയിരിക്കും. നെക്സ്റ്റ് വൺ, RDA.
RDA മീൻസ് റെക്കമെൻഡഡ് ഡെയിലി അലവൻസസ്. അപ്പം ഇതെന്ന് പറഞ്ഞാൽ ഒരു എമൗണ്ട് ഓഫ് പ്രോട്ടീൻസോ അല്ലെങ്കിൽ വൈറ്റമിൻസ് ആയിരിക്കും നാഷണൽ ഫുഡ് ആൻഡ് ന്യൂട്രീഷണൽ ബോർഡ് സജസ്റ്റ് ചെയ്യുന്ന വേരിയസ് ഏജസിലുള്ളവർക്ക് സജസ്റ്റ് ചെയ്യുന്ന ഒരു ഇതാണ് RDA എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ pH scale. pH scale is a measurement scale for showing how acid or alkaline substance is. അപ്പം pH സ്കെയിൽ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ലോഗരിതം ഓഫ് ഹൈഡ്രജൻ അയൺസ് ആണ്. അപ്പം ലോവർ pH ആണെന്നുണ്ടെങ്കിൽ ആ സൊല്യൂഷനകത്ത് ഹയർ കോൺസെൻട്രേഷൻ ഓഫ് ഹൈഡ്രജൻ അയൺസ് ആയിരിക്കും. അപ്പം ലോവർ pH ആണെന്നുണ്ടെങ്കിൽ അത് ആൽക്കലൈനും അതുപോലെ തന്നെ ഹയർ pH ആണെങ്കിൽ അത് ആസിഡും ആയിരിക്കും. ആ സൊല്യൂഷൻ ഒരു ആസിഡ് ആയിരിക്കും. അപ്പം എപ്പോഴും ബേസ് അല്ലെങ്കിൽ നെഗറ്റീവ് ബേസ് ആണെന്ന് പറയുവാണെങ്കിൽ pH നെഗറ്റീവ് ആണെങ്കിൽ 10 ലോഗരിതം ഓഫ് ആക്ടിവിറ്റി ഓഫ് ഹൈഡ്രജൻ അയൺസ് ആയിരിക്കും. നെക്സ്റ്റ് വൺ സാനിറ്റൈസർ. Sanitizer, a term of often used to describe a solution containing a detergent and എ ഡിസിൻഫെക്റ്റൻറ്റ്. അപ്പോൾ നമ്മളിപ്പോൾ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് സാനിറ്റൈസർ യൂസ് ചെയ്യുന്നത്. അപ്പം ഈ സാനിറ്റൈസർ എന്ന് പറഞ്ഞാൽ ഒരു ഡിസിൻഫെക്റ്റൻ്റ് അല്ലെങ്കിൽ ഒരു മൈക്രോ ഓർഗാനിസിനെ പ്രിവെൻറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ കില്ല് ചെയ്യാനുള്ള എബിലിറ്റിയുള്ള ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് ആണ് ഈ സാനിറ്റൈസർ എന്ന് പറഞ്ഞാലും. നെക്സ്റ്റ് വൺ സ്റ്റെറിലൈസേഷൻ. Sterilization, the process by which all living organisms including spores are destroyed. അപ്പം സ്റ്റെറിലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രോസസ്സാണ് മൈക്രോ ഓർഗാനിസത്തിനെയും അതുപോലെ തന്നെ സ്പോർട്സിനെ എല്ലാം കില്ല് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സാണ് സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പം ഈ സ്റ്റെറിലൈസേഷൻ നമ്മൾ പല രീതി കൊടുക്കാറുണ്ട്. ഫിസിക്കലായിട്ടും കൊടുക്കാറുണ്ട്, കെമിക്കലായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യാറുണ്ട്. അപ്പം ഈ ഫിസിക്കൽ മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ സൺലൈറ്റ്, ഡ്രൈ ഹീറ്റൊക്കെ അപ്ലൈ ചെയ്യുന്ന ഒക്കെ ഫിസിക്കൽ മെത്തേഡ്സ് ആണ്. അപ്പോൾ അതുപോലെ കെമിക്കൽ മെത്തേഡ്സ് ഉണ്ട്. അതായത് ഡിസിൻഫെക്റ്റൻറ്റോ ആൽക്കഹോൾ കണ്ടൻ്റ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ഒക്കെ ആഡ് ചെയ്ത് മൈക്രോ ഓർഗാനിസിനെ കില്ല് ചെയ്യുന്ന പ്രോസസ്സാണ് കെമിക്കൽ മെത്തേഡ്സ്. അപ്പം സ്റ്റെറിലൈസേഷൻ എന്ന് പറഞ്ഞാൽ ലിവിങ് ഓർഗാനിസിനെ അതുപോലെ തന്നെ ലൈവ് ആയിട്ടുള്ള ഓർഗാനിസിനെ അതുപോലെ സ്പോറിനെ ഒക്കെ കില്ല് ചെയ്യാൻ എബിലിറ്റി ഉള്ള മെത്തേഡാണ് സ്റ്റെറിലൈസേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പം കോമൺ ആയിട്ട് നമ്മൾ സ്റ്റെറിലൈസേഷന് ഉപയോഗിക്കാറുള്ള ഒരു എക്യുപ്മെൻറ്റ്സ് ആണ് ഓട്ടോക്ലേവ്. ഓട്ടോക്ലേവ് യൂസ് ചെയ്യാറുണ്ട്. ഓട്ടോക്ലേവ് എന്ന് പറഞ്ഞാൽ സ്റ്റീം സ്റ്റെറിലൈസേഷനാണ്. അതുപോലെ തന്നെ ഹോട്ട് എയർ ഓവൻ കൊടുക്കാറുണ്ട്. അത് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ, ഹീറ്റ് അപ്ലൈ ചെയ്യുന്ന ഒരു മെഷീനാണ് ഹോട്ട് എയർ ഓവൻ എന്ന് പറയുന്നത്. ഇതെല്ലാം സ്റ്റെറിലൈസേഷൻ മെത്തേഡ്സ് അല്ലെങ്കിൽ സ്റ്റെറിലൈസേഷൻ എക്യുപ്മെൻറ്റ്സ് ഒക്കെയാണ്. നെക്സ്റ്റ് വൺ സ്മോക്ക് പോയിന്റ്. The temperature at which a fat or oil begins to broken down and give off a blue hazy smoke. അപ്പം ഈ നമ്മൾ സ്മോക്ക് പോയിൻറ്റിനെ വേറൊരു പേര് പറയാറുണ്ട്, ബേണിംഗ് പോയിൻ്റ് എന്നും പറയാറുണ്ട്. അപ്പം കണ്ടിന്യൂസ് ആയിട്ടൊരു ബ്ലൂയിഷ് സ്മോക്ക് അപ്ലൈ ചെയ്ത് അത് ഒരു ക്ലിയർ കണ്ടീഷനാക്കി അല്ലെങ്കിൽ ഫാറ്റിനെ അല്ലെങ്കിൽ ഓയിലിനെയൊക്കെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഈ സ്മോക്ക് പോയിൻ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ UHT. UHT മീൻസ് അൾട്രാ ഹൈ ടെമ്പറേച്ചർ ഈസ് മെത്തേഡ് ഓഫ് സ്റ്റെറിലൈസേഷൻ ഫോർ മിൽക്ക്. അപ്പം UHT എന്ന് പറഞ്ഞാൽ അൾട്രാ ഹൈ ട്രീറ്റ്മെൻ്റ് ആണ്. അൾട്രാ പാസ്ചറൈസേഷൻ എന്നും പറയാറുണ്ട്. മിൽക്കിലാണ് അത് കൂടുതലായിട്ട് അപ്ലൈ ചെയ്യാറുള്ളത്. ഇതിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എബോവ് 135 ഡിഗ്രി സെൽഷ്യസിൽ അല്ലെങ്കിൽ 275 ഡിഗ്രി ഫാരൻഹീറ്റിൽ ഹീറ്റ് അപ്ലൈ ചെയ്യും. 2 to 5 seconds ആണ് അത് അപ്ലൈ ചെയ്യുന്നത്. അപ്പം അപ്ലൈ ചെയ്ത് കഴിയുമ്പം ബാക്ടീരിയ എൻഡോസ്പോർ ഉൾപ്പെടെ എല്ലാ മൈക്രോ ഓർഗാനിസിനെയും കില്ല് ചെയ്യാൻ പവറുള്ള ട്രീറ്റ്മെൻ്റ് ആണത്. അപ്പം ഈ മിൽക്ക് പ്രൊഡക്ഷന് മാത്രമല്ല, ഫ്രൂട്ട്സിലും ജ്യൂസിൽ, ക്രീമിൽ, യോഗട്ട്, വൈന്, സൂപ്പിലൊക്കെ ഈ UHT അപ്ലൈ ചെയ്യാറുണ്ട്. Next one, denaturation. Denaturation is a change in the structure of proteins which affect their properties. അപ്പം ഡീനേച്ചറേഷൻ എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻസിൻ്റെ അല്ലെങ്കിൽ അവരുടെ സ്ട്രക്ചറിൽ വരുന്ന ചേഞ്ചസിനെയാണ് ഡീനേച്ചറേഷൻ എന്ന് പറയുന്നത്. അപ്പം അതിനകത്ത് ആ ബോൺസിനെ ബ്രേക്ക് ചെയ്യും. വീക്ക് ലിങ്കേജസ് അല്ലെങ്കിൽ ഹൈഡ്രജൻ ബോണ്ട് പോലുള്ള ബോൺസിനെ ബ്രേക്ക് ചെയ്യുന്ന സിമ്പിൾ കോമ്പൗണ്ട്സ് ആക്കി മാറ്റുന്ന ഒരു പ്രോസസ്സാണ് ഡീനേച്ചറേഷൻസ് എന്ന് പറയുന്നത്. താങ്ക് യു.